എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ എൻ ശ്രീകുമാർ കൂടെ ചേരുന്നുണ്ട്. സാർ, ഗുരുതര ആരോപണങ്ങളിൽ രാജി ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് സ്വയം പ്രതിരോധിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുന്നോട്ട് വന്നിരിക്കുന്നത്. അടിസ്ഥാനപരമായി ഒരു പാർട്ടി പ്രവർത്തകനാണെന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് താൻ കാരണം തല കുനിക്കേണ്ടി വരുന്നില്ലെന്നും രാഹുൽ ആവർത്തിച്ചു പറയുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ ഒരു നാടകീയമായ രംഗത്തിന് സ്ക്രിപ്റ്റ് എഴുതുന്നത് ആര് എന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. മാത്രമല്ല, ശരിക്കും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പുറത്തു വരുമ്പോൾ അവരുടേതായ ഭാഗങ്ങൾ ന്യായീകരിക്കാൻ വീണ്ടും കുറേയധികം വോയിസ് ക്ലിപ്പുകൾ കൊണ്ടുവരികയാണ്. സാധാരണ ജനങ്ങളെ പൊട്ടനാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയല്ലേ ഈ നേതാക്കളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLAയും അദ്ദേഹം കോൺഗ്രസുമായുള്ള ബന്ധവും അതുപോലെ തന്നെ വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഇന്ന് അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന ഓഡിയോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിരോധമാണ്. അതോടെ നിൽക്കട്ടെ. ഇതിൽ കോൺഗ്രസിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിന്റെ നേതാവായ യുവ നേതാവായ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസിന്റെ MLA എന്തുകൊണ്ട് ഇങ്ങനെ ആരോപണ വിധേയനായി? അതിൽ ശരി തെറ്റുകളൊന്നും അളക്കാൻ കോൺഗ്രസും അതുപോലെ തന്നെ നാട്ടിലെ ജനങ്ങൾക്കും പറ്റില്ല, അത് കോടതിക്കേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് ഇത്രയധികം ആക്ഷേപങ്ങൾ ഇദ്ദേഹം നേരിട്ടു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് ആ വ്യക്തി തന്നെയാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ പാർട്ടിക്ക് അതിന്റെ ഉത്തരം കണ്ടെത്താനാവില്ല, വ്യക്തിപരമായ കാര്യങ്ങളായതുകൊണ്ട്. അതുകൊണ്ട് പാർട്ടി ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൽ ഒന്നാം ഘട്ടം കഴിഞ്ഞു, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി. രണ്ടാം ഘട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ MLA സ്ഥാനത്തെ കുറിച്ചാണ് അത് അദ്ദേഹത്തിന് അല്ല തീരുമാനം എടുക്കാനുള്ള അവസരം കൊടുത്തിട്ടുള്ളത്. അത് പാർട്ടി എടുക്കും. അതെന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ അതിൽ തീരുമാനം വരും. ഇത് രണ്ടായിട്ട് കാണാത്തതാണ് കുഴപ്പം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് അയാളുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടാവില്ലേ? അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് മറ്റുള്ളവർ ഇങ്ങനെ അഭിപ്രായം പറയുകയും ആക്ഷേപം പറയുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയും കൂടി ഒരു സംഭവമുണ്ട് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയണമല്ലോ. അത് അദ്ദേഹം പറയുന്നു. അതിലെന്താണ് തെറ്റുള്ളത്? അത് ഇതായിട്ട് കൂട്ടിക്കുഴയ്ക്കണ്ട. കോൺഗ്രസിന്റെ കാര്യം വേറെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ് MLA വഴി ആ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല, പാർട്ടി പരിഹാസ്യമാകുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ തീരുമാനം. വ്യക്തിപരമായിട്ട് അദ്ദേഹം ശുദ്ധനാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ പറയും. അതൊരു പക്ഷെ നാളെ അദ്ദേഹം പറയുന്നത് ശരിയായെന്ന് വരാം, തെറ്റായെന്ന് വരാം. അത് വേറെ വിഷയം. അത് ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഒരു ചൊറ്റ ചോദ്യമുള്ളൂ, എന്തുകൊണ്ടൊരു കോൺഗ്രസ് MLA ഇങ്ങനെ ആക്ഷേപം കേൾക്കേണ്ടി വരുന്നു? ഒന്നുമില്ലാതെ കേൾക്കേണ്ടി വരുമോ? ആരുടെ ഭാഗത്താണ് തെറ്റ്? ഇതൊക്കെയല്ലേ പ്രശ്നം. അപ്പൊ പ്രഥമ ദൃഷ്ടിയ തോന്നുമ്പോൾ കോൺഗ്രസ് MLA അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ MLA എന്ന നിലയ്ക്ക് പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചിട്ടില്ല എന്ന് പ്രഥമ ദൃഷ്ടിയാ തോന്നുന്നു. പ്രഥമ ദൃഷ്ടിയാ തോന്നിയത് കൊണ്ട് പാർട്ടിക്ക് ഒരു നടപടി എടുക്കേണ്ടി വരുന്നു. പാർട്ടി ആ നടപടി എടുക്കുന്നു. അത്രയൊരു വിഷയമുള്ളൂ. ഒരു സംശയം കൂടെ ചോദിക്കുകയാണ്. കാരണം പക്ഷെ ഇത്രയൊക്കെ തൻ്റെ ഭാഗങ്ങൾ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ഭാഗങ്ങൾ ശരിയാണ്, അത് അദ്ദേഹത്തിന് തെളിയിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം പൊതുസമൂഹത്തിന് മുന്നിൽ എപ്പോഴും വരേണ്ട ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ രാഹുൽ രാജിവെച്ചില്ലെങ്കിൽ ഈ ഒരു കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ വലിയ ഏറ്റുപിടിച്ചലിനും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും നടക്കുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യത്തിൽ കടുത്ത നിലപാട് തന്നെയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊക്കെ എടുത്തിരിക്കുന്നത്. രാഹുൽ രാജി വെക്കണോ വെക്കണ്ടേ എന്നുള്ള തീരുമാനം കോൺഗ്രസ് ഉടൻ തന്നെ എടുക്കും. സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം പാർട്ടിയിൽ തുടരാൻ പാടില്ല എന്നും അദ്ദേഹം MLA സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നും അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം എന്നൊക്കെ കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ആ പാർട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രതികരണങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? കാരണം പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ചില്ലേ? അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. കോൺഗ്രസിന്റെ യുവ MLA, അതും കോൺഗ്രസിലേറെ അടുത്ത കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു MLA ഇത്തരത്തിൽ ആക്ഷേപം കേൾക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും ശരിയോ തെറ്റെന്നുള്ളത് കോടതിയിലാണ് തെളിയിക്കേണ്ടത്. അത് നമുക്ക് തെളിയിക്കാൻ പറ്റില്ലല്ലോ, ആർക്കും തെളിയിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുമ്പോൾ പറയാം അത് അങ്ങനെയല്ലേ പറയുള്ളൂ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് വേറെ വിഷയമാണ്. രണ്ടും കൂട്ടിക്കുഴക്കില്ല. പക്ഷെ കോൺഗ്രസിന് ക്ഷീണം ഉണ്ടാക്കി. ആ ക്ഷീണം ഉണ്ടാക്കിയതുകൊണ്ട് അദ്ദേഹം അതിനുള്ള നടപടി കോൺഗ്രസിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരും. അതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അത് ശരി തെറ്റുകളൊക്കെ പിന്നീട് വരുന്നതാണ്. അദ്ദേഹം ഞാൻ അപരാധിയല്ല, തെറ്റുകാരനല്ല, ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ ആ സമയത്ത് കോൺഗ്രസ് ആലോചിക്കും. കാരണം ഒരാള്
തെറ്റുകാരനല്ലാത്ത ഒരാളെ തെറ്റിലേക്ക് തള്ളിവിടാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം പറയുന്നത് പൂർണ്ണമായും കേൾക്കാൻ കോൺഗ്രസിന് പറ്റില്ല. കാരണം അദ്ദേഹം ആരോപണ വിധേയനായി നിൽക്കുകയാണ്. വിധേയനായി നിൽക്കുന്നയാൾ കോടതിയിൽ പോയിട്ട്, അത് കോടതിയിൽ പോവാന്ന് വെച്ചാൽ അർത്ഥം നിയമപരമായിട്ട് ഇത് തെളിയിക്കപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ചോദിക്കട്ടെ, ആരോപണ വിധേയനാണെങ്കിലും രാഹുലിനെതിരെ കോടതി അല്ലെങ്കിൽ നിയമവശങ്ങൾ തെളിയിക്കണമെങ്കിൽ രാഹുലിന് ഇത്തരത്തിലൊരു പരാതി നൽകിക്കൂടെ? തനിക്കെതിരെ ഇത്തരത്തിലൊരു മാനനഷ്ട കേസ് നൽകാൻ രാഹുലിനും അവകാശമുണ്ടല്ലോ. അപ്പോൾ അതിലൂടെ തെളിയിക്കാനുള്ള ഒരു ശ്രമം രാഹുൽ എന്ന MLA നടത്തി. ഏത് സംവിധാനമാണ് അദ്ദേഹം ഉപയോഗിക്കാൻ നമുക്ക് പറയാൻ പറ്റുന്നു. തെറ്റുകാരനല്ല, കുറ്റക്കാരനില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അതെല്ലാം തെളിയിക്കാനാകും. നേരെ മറിച്ച് തെറ്റുകാരനാണ്, കുറ്റക്കാരനാണെങ്കിൽ അവർക്ക് തെളിയിക്കാൻ കഴിയില്ല. അതെന്താണെന്നുള്ള എനിക്കോ താങ്കൾക്കോ അറിയില്ല. അത് മറ്റേ പെട്ടെന്ന് തന്നെ തെളിയിക്കുന്ന കുറ്റമുള്ള ആളാണെങ്കിൽ അതിനുള്ള സംവിധാനം അദ്ദേഹം എടുക്കും. അതിപ്പോ അദ്ദേഹമാണ് പറയേണ്ടത്. ഞാൻ കോടതിയിൽ പോവുകയാണെന്നോ അല്ലെങ്കിൽ അല്ലാണ്ട് ഒരു പരസ്പരം സംസാരിച്ചൊന്നും പുറത്തു വിട്ടുകൊണ്ടൊന്നും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാം പൂർണ്ണമായിട്ട് ആരും വിശ്വസിക്കണമെന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ സംശയത്തിന്റെ മുന്നിലാണ്. അത് മാറ്റേണ്ടത് അദ്ദേഹമാണ്. സംശയത്തിന്റെ മുന്നിൽ എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ അതിന് പല ഘടകങ്ങളുണ്ടാവും, നമുക്കറിയില്ല. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF സംബന്ധിച്ച് ഇതിങ്ങനെ അയാളെ തെളിയിക്കുന്നത് വരെ കാത്തിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് മറുപടി എടുക്കുമെന്ന് പറഞ്ഞത്. തീർച്ചയായും വളരെയധികം നന്ദി അവസരത്തിൽ പ്രതികരിച്ചില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.